Hello. Welcome to market discussion of the day. Today, now March 28th, 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. 3083.05 നിൽക്കുകയാണ് മാർക്കറ്റ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എന്താ പറയുക, ഇത് കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര മുകളിലോട്ട് മാർക്കറ്റ് പോയെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അത് പല റീസൺ കൊണ്ടിട്ടാണ്. വാറിൻ്റെ കാര്യം കൊണ്ടിട്ടും താരിഫ് വരാൻ പോകുന്നതിൻ്റെ കാര്യം കൊണ്ടിട്ടൊക്കെയാണ് മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് വന്നതല്ലേ. സോ ഇങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ പോക്ക് എന്നുള്ളത് നമുക്കാർക്കും അറിയാത്തൊരു കാര്യമാണല്ലേ. ചിലപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് 3080 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 3130 വരെയാണ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി. അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 3180 3200 വരെ മാർക്കറ്റ് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയാണ് നമ്മുടെ കൺമുന്നിൽ തുറന്ന് വെച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഇതൊക്കെ, അല്ലേ? സോ എന്തായാലും നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരു പുതിയൊരു ക്രാഷ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെയും മറ്റന്നാളുമായിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ ബാച്ച് ഈ ആഴ്ച എന്താ പറയുക, ഇന്നലെയായിട്ട് അതിൻ്റെ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അടുത്തൊരു ബാച്ച് അടുത്ത മൺഡേ മോസ്റ്റ് പ്രോബബ്ലി തുടങ്ങേണ്ടതാണ്. പക്ഷേ മാർക്കറ്റിൽ എന്താ പറയുക, ഒരു ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസും ഭയങ്കരമായ ഒരു ഗോൾഡിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ഓടി കയറുന്നത് കൊണ്ടിട്ടൊക്കെ എനിക്കറിയില്ല കൃത്യമായിട്ട് അടുത്ത തിങ്കളാഴ്ച തന്നെ മാർക്കറ്റ് കാണുമോ എന്ന്. ചിലപ്പം ഒരാഴ്ച പോസ്റ്റ്പോൺ ചെയ്തിട്ടായിരിക്കും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയക്കാം. ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മളിന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് നമ്മളുടെ അടുത്ത ആഴ്ചത്തെ ന്യൂസിനെ കുറിച്ച് പറഞ്ഞു പോവാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പൊളിറ്റിക്കലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളോട് എനിക്ക് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അടുത്ത ആഴ്ച വളരെ വലിയ വീക്കാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീക്ക്. ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ പറയും അല്ലേ, NFP ഡേ, CPI ഡേ, GDP, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഈ 4 ദിവസവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയും അല്ലേ. സോ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് April 1 April 2. കാരണം താരിഫ് വരാൻ പോകുന്ന ദിവസങ്ങളാണ്. അതായത് US യൂറോപ്പിനെതിരെയും US-നെതിരെയും ഉള്ള താരിഫും ആ താരിഫിനെ എന്താ പറയുക ഒരു അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് താരിഫ്, അതായത് ഒരു താരിഫ് ഇട്ടതിന് ശേഷം ഒരു ദിവസം ഒരു 10 ദിവസം കൊടുത്തതിന് ശേഷം ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് ഒരു April 12 ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള താരിഫും ഉണ്ടാവും. സോ ഇത്രയും ദിവസം നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ഒന്നും നമുക്കറിയാത്തത് കൊണ്ടിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, സോ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ സെൻട്രൽ ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് അടുത്ത ആഴ്ചയ്ക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം April 15 ഒക്കെ ആകുമ്പോഴായിരിക്കാം, എനിക്കറിയില്ല. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 2830 നിന്നാണ് സെൻട്രൽ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും ഒക്കെ ഗോൾഡ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ അവിടുന്ന് ഇത്രയും മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു $250, അതായത് 2500 പിപ്പാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്, അല്ലേ? സോ ഇതെല്ലാം നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അറിയില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്, സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. സോ എന്തായാലും നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിലോട്ട് നമ്മൾ വരുമ്പോൾ അടുത്ത ആഴ്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അടുത്ത ആഴ്ച നമുക്ക് NFP ഡേ ആണ്. ഓക്കെ, സോ അടുത്ത വെള്ളിയാഴ്ചയാണ് നോൺ ഫാം പേറോൾ. ഇവിടുത്തെ ജസ്റ്റ് ഞാൻ അനങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ കറണ്ട് വരത്തുള്ളൂ. സോ അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അനങ്ങാം. ഇന്നലെയും ഇതേ സെയിം കാര്യം സംഭവിച്ചു. കാരണം നമ്മൾ എന്താ പറയുക, ഇവിടെ നമ്മൾ അനങ്ങാതിരിക്കാൻ നേരത്തെ ഇവിടുത്തെ ലൈറ്റ് പെട്ടെന്ന് പോകും. ഓക്കെ, സോ ഇതാണ് സംഭവിക്കുന്നത്. സോ ബേസിക്കലി നമ്മളുടെ
NFP ഡേ ആണ് വെള്ളിയാഴ്ച. ഓക്കെ, സോ നമ്മൾ അടുത്ത ആഴ്ചത്തെ ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPY റീറ്റെയിൽ സെയിൽസ് ഉണ്ട് തിങ്കളാഴ്ച തന്നെ. ഇവിടുത്തെ രാത്രി 12:50 ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അതിനുശേഷം ചൈനയിൽ നിന്ന് നമുക്ക് മാനുഫാക്ചറിങ് PMI ഉണ്ട്. നമ്മൾ നോർമലി ചൈനയുടെ കാര്യം പറഞ്ഞു പോകുന്നതല്ല, പക്ഷേ ചൈനീസ് പ്രോഡക്റ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടും പറഞ്ഞു പോയതാണ്. അത് മാർക്കറ്റിനെ ചെറിയ രീതിയിലൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ട്യൂസ്ഡേ നമ്മൾ നോക്കുമ്പോൾ ട്യൂസ്ഡേ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ട്യൂസ്ഡേ നമുക്ക് കാണാനായിട്ടില്ല. എന്നിരുന്നാലും CPI യൂറോ സോണിൽ നിന്ന് CPI വരുന്നുണ്ട്. യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് നോക്കുക. ഓക്കെ, ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. ആ ഒരു സമയത്ത് വൈകുന്നേരം 3 മണിക്കും മാർക്കറ്റിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബുധനാഴ്ച 1:15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. അതിനുശേഷം 3:30 ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും വരുന്നുണ്ട്. വ്യാഴാഴ്ച നമുക്ക് എന്താ പറയുക, നോൺ ഫാം പേറോളിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ISM നോൺ മാനുഫാക്ചറിങ് PMIയും വരുന്നുണ്ട്. 3 മണിക്കാണ് നോൺ മാനുഫാക്ചറിങ് PMI വരുന്നത്. ഇതെല്ലാം UK ടൈമിംഗ് ആണ് കേട്ടോ, ഇന്ത്യൻ ടൈമിങ്ങിലല്ല ഞാനിത് പറയുന്നതെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ വെള്ളിയാഴ്ച നമുക്ക് നോൺ ഫാം പേറോളുണ്ട്. മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. സോ April 1 April 2 അടുത്ത വെള്ളിയാഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഇതൊക്കെയാണ്. മാർക്കറ്റിൽ അവസരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലതാണല്ലോ അവസരങ്ങൾ ഇല്ലാതിരിക്കുന്നതും അല്ലെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതും, അല്ലേ? സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ നേരെ നമ്മളുടെ JPY വരുമ്പോൾ, JPY നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, JPY 150 സപ്പോർട്ടുള്ളത്. 150 പക്കാ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? 150 അവിടുന്ന് മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകും. അങ്ങനെ 150 ഇന്നലെ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 100 പിപ്പിൻ്റെ മുകളിലായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് JPYയിൽ പറയാനായിട്ടുള്ളത്. വീണ്ടും നമുക്ക് 150 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 149.60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് മുകളിലോട്ട് 151 വരെയെങ്കിലും നമുക്കൊരു ഇനിഷ്യൽ ടാർഗറ്റ് വെച്ച് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.07853 എന്ന് പറയുന്ന റേഞ്ചാണ്. യൂറോ അടുത്ത ആഴ്ച താരിഫ് വരുന്നത് വരെ ആയിരിക്കുമോ, അതിന് ശേഷമോ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും മിക്കവാറും താരിഫ് വരുന്നത് വരെ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ എവിടെയും പോവാത്തൊരു പോക്കാണ്. ചെറിയൊരു മൂവ്മെൻറ്റാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മിനിമം ഒരു 50 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് നമുക്ക് യൂറോ തന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് 1.0800 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതും ഒരു ദിവസം അവസാനിക്കുന്നതും പിറ്റേ ദിവസം രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് നമുക്ക് 1.07080 മുകളിലായിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാം മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്ന്. ഇല്ലാത്ത പക്ഷം നമുക്ക് താഴോട്ട് വന്ന് കിട്ടണം. താഴോട്ട് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് 1.0700 1.0600 വന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ സപ്പോർട്ട് അവിടെ നിന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് യൂറോയിലൊരു സെല്ലൊരു കാരണവശാലും റെക്കമെൻഡേഷൻ ഇല്ല. മാർക്കറ്റ് ഒരു ദിവസം കഴിയട്ടെ എന്നുള്ളതാണ്. അതായത് സസ്റ്റെയിൻ ചെയ്യട്ടെ മാർക്കറ്റ് 1.0800 സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. GBPയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.29412. ഇന്നലെ 1.300 അടുത്ത് വരെ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് റെസിസ്റ്റായി താഴോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ 1.29412 റേഞ്ചിൽ നിൽക്കുകയാണ്. മാർക്കറ്റ് 1.2900 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.2860 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് മാത്രം ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക നമ്മുടെ GBPയിൽ പറയാനുള്ളത്. അത് മാത്രമല്ല GBPയിൽ 1.300 മുകളിലായിട്ട് മാർക്കറ്റ് കടന്നാൽ 1.300 നിന്ന് ഷൂട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും മാർക്കറ്റിലുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നല്ല രീതിയിലുള്ളൊരു ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണമെങ്കിലും തയ്യാറായിട്ട് നിന്നാൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. ഓക്കെ, സോ നേരെ നമ്മളുടെ എന്താ പറയുക
ഗോൾഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സൊക്കെ അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളൊക്കെ 2830 നിന്നാണ് വലിയ വലിയ നല്ല ലോട്ട് സൈസുകൾ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ വലിയ ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ താരിഫ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നാൽ ഓക്കെ ഈ 3084 നിന്ന് 3200 3300 ഒക്കെ പോവാം. നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ താരിഫ് വന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ താരിഫ് വന്നതിന് ശേഷം ഒരു 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 ചർച്ചയുണ്ടായി, താരിഫ് വന്നില്ല എങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും. ഓക്കെ, അല്ലെങ്കിൽ താരിഫിൻ്റെ ആ ഒരു കാഠിന്യം, നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്രയും ശതമാനം എന്നൊക്കെ പറഞ്ഞ കാഠിന്യം കുറച്ച് കുറഞ്ഞിരുന്നാൽ പോലും മാർക്കറ്റ് എന്താ പറയുക സ്ലോ ആയിട്ടായിരിക്കും അപ് ട്രെൻഡിലോട്ട് പോകുന്നത്. എന്തായാലും അപ് ട്രെൻഡ് ആയിരിക്കും. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞാൽ താഴോട്ട് വരും. ഓക്കെ, പക്ഷേ ഇതിന് എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യും. താരിഫ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവും. ഓക്കെ, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിനെ ഭയങ്കര എന്താ പറയുക ചീത്തയായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു വീക്കാണ് അടുത്ത ആഴ്ചയെന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇപ്പം നേരെ നമുക്ക് 3084 3060 to 3080 എന്ന് പറയുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പം ഇവിടുന്ന് നമുക്ക് അറിയില്ല. ഇപ്പം 6 മണിയായി 7 മണിക്കുള്ള കാര്യമല്ലേ 3080 മുകളിൽ തുടങ്ങുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. തുടങ്ങിയാൽ അതൊരു സൂചനയാണ്. 3080 മുകളിലായിട്ട് മാർക്കറ്റ് പോയി 3100 കടന്ന് 3130 വരെ പോവും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പറയുന്ന. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 3080 മുകളിൽ തുറന്നു കഴിഞ്ഞാൽ 3080 മുകളിൽ തുറക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു ചെറിയ സൂചനയാണ് ഞാൻ മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യത്തിൻ്റെ. ഓക്കെ, സോ ഇത് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക. സപ്പോസ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് റേഞ്ച് ചിലപ്പം 3060 to 3080 ആ ലെവലായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു വൈഡർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം 3100 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനോ ഇതാക്കണമെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻസ് ഒന്നുമില്ല. കാരണം എനിക്ക് അറിയില്ല എന്നോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന്. സപ്പോസ് 3100 നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സെല്ലെടുക്കാനും ഞാൻ പറയുന്നില്ല. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡാണ്. അടുത്ത ആഴ്ച മാർക്കറ്റ് ട്രെൻഡ് വിട്ട് മുകളിലോട്ട് പോകുന്ന പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു $100 മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. സോ അതുകൊണ്ടിട്ട് എനിക്കറിയില്ല. ഓക്കെ, സോ മാർക്കറ്റ് പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത് മാർക്കറ്റ് താഴെ കിട്ടിയാൽ മാർക്കറ്റ് എങ്ങാനും നമുക്ക് താഴെ 3060 3040 3030 കിട്ടിയാൽ അവിടെ നിന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കറിയാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും എന്താ പറയുക നമ്മൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടിട്ടാണ് എനിക്കറിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്താ പറയുക മാർക്കറ്റ് ഡിസ്കഷൻ്റെ കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് നാളെ വീണ്ടും ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന് വീക്കെൻഡിലോ അല്ലെങ്കിൽ വീക്കെൻഡിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീക്കെൻഡിൽ ചർച്ച ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഇൻക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.